എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയാണ്, അതിപ്പോഴും ഓടുന്നുണ്ട്. നടന്ന് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിനെ കോർണർ ചെയ്ത് 7 വിവാദ അഴിമതി കേസുകൾ ഉന്നയിക്കുകയും അതെല്ലാം പിണറായിക്ക് പിൻവലിക്കുകയും ചെയ്തു. പിണറായി ഇപ്പോൾ ഒരാൾ ഒരിക്കലും പിൻവലിക്കാത്ത ആളാണ്. 7 എണ്ണം ഞാൻ പിൻവലിപ്പിച്ചു, അതെല്ലാം അറിയാവുന്നതാണ്. അപ്പം ഗവൺമെൻറ് വരുമെന്നാണ് ഞങ്ങളുടെ ധാരണ. അപ്പം കോവിഡിൻ്റെ കാലമാണ്. കോവിഡാണ് നമ്മളെ അക്കാര്യത്തിൽ ചതിച്ചത്. കാരണം നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ല. 5 പേര് സ്വതവേ കോൺഗ്രസ്സുകാർ വീടുകളിൽ പോകത്തില്ലെന്നാണ് ഞങ്ങളുടെ പറയുന്നത്. ഓരോ വീട്ടിലും പോകത്തില്ല, സ്ലിപ്പ് കൊടുക്കത്തില്ല, ഇതൊക്കെയാണ്. അപ്പോൾ കോവിഡ് കൂടെ വന്ന ശേഷം ഒരാൾക്ക് പോലും വെളിയിറങ്ങാൻ വയ്യാതായി. 4 പേര് 5 പേര് കൂടെ പോകാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റി. മാത്രമല്ല, ഗവൺമെൻറ്റാണ് കോവിഡ് സമയത്ത് സഹായിച്ചത്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എനി ഗവൺമെൻറ് ഇൻ പവർ ഹാസ് ടു ഹെൽപ്പ് ദ പീപ്പിൾ. ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ ഏറ്റവും അൺപോപ്പുലർ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ കോവിഡ് മാനേജ്മെൻറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വൻ വിജയമുണ്ടായി. മമതാ ബാനർജി വീണ്ടും വന്നത് കോവിഡ് മാനേജ്മെൻറ്റ് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ ADMK തോറ്റെങ്കിലും വലിയ ഭൂരിപക്ഷം സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ കോവിഡ് ജനങ്ങളെന്താ ധരിച്ചേ? കിറ്റ് കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, ആളുകൾക്ക് അലവൻസ് കൊടുക്കുന്നു. സർക്കാരിന് വലിയ റോള്. അപ്പോൾ ദ ഓപ്പോസിഷൻ ഡസൻ ഹാവ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്. നമ്മൾക്കിതൊക്കെ പറയാനല്ലേ പറ്റുമോ? ജനങ്ങൾ ധരിക്കുന്ന എന്താ? ഞങ്ങൾക്കിതൊക്കെ തരുന്നത് കാരണഭൂതനാണ് എന്നുള്ള ചിന്തയാണ് ആളുകൾക്ക്. ആ കാരണഭൂതൻ ഇതൊക്കെ തരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ വൈകുന്നേരം 6 മണിക്കുള്ള പ്രസംഗത്തിൽ ഇതെല്ലാം ആനുകൂല്യം പ്രഖ്യാപിക്കുകയല്ലേ. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനേ പറ്റുമോ? പക്ഷെ നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അന്ന് കിട്ടിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ശേഷം അത് എനിക്ക് നിരാശയുണ്ടായത് മുഖ്യമന്ത്രിയാകാൻ അല്ല. അത് കേരളത്തിലെ കോൺഗ്രസിനെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത എനിക്ക് വിഷമമുണ്ട്, സ്വാഭാവികമായിട്ടും. ഒരു രാഷ്ട്രീയ നേതാവായിട്ടും അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ഒരു മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരു സിഗ്നേച്ചർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഡിസിഷൻ, നമ്മുടെ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം. അപ്പം ഭരണത്തിലിരിക്കുമ്പോഴോ ഒരു നേതാവായിരിക്കുമ്പോഴോ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം വേണ്ടായിരുന്നോ, അത് ചെയ്യരുതായിരുന്നു എന്ന് ഇപ്പോഴോ പിന്നെ എപ്പോഴെങ്കിലോ തോന്നിയിട്ടുണ്ടോ? ചെയ്തത് നന്നായി എന്ന് വിശ്വസിക്കുന്ന 2 കാര്യമുണ്ട്, അത് പറയാം. അപ്പോൾ അതെൻ്റെ സിഗ്നേച്ചർ തന്നെയാണ്. ഓപ്പറേഷൻ കുബേര. കേരളത്തിലെ ജനങ്ങൾ വട്ടിപ്പലിശക്കാരെയും മീറ്റർ പലിശക്കാരുടെയും മുന്നിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. 100 രൂപ കൊടുത്താൽ വൈകിട്ട് 110 രൂപ കൊടുക്കണം. കൊടുക്കാത്തവരെ ഇവരെന്ത് ചെയ്യുന്നു? ഭീകരമായി മർദ്ദിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒത്തിരി ആളുടെ കഥയുണ്ട്. അന്നാണ് ഞാനൊരു തീരുമാനമെടുത്തു, ഓപ്പറേഷൻ കുബേര. ഈ കൊള്ള പലിശ വാങ്ങുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യുക. അത് വലിയ ശക്തമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേരളത്തിൽ. ഇസ്ലാം മതത്തിൽ 7 കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പ്രവാചകൻ പറയുന്നത്. അതിൽ 5-ാമത്തേതോ 4-ാമത്തേതോ ഒരു കാര്യമാണ് പലിശ വാങ്ങരുതെന്നുള്ളത്. അതിശക്തമായ നിലപാട്. ഒരു രാഷ്ട്രീയ ഇടപെടൽ ഞാൻ സമ്മതിച്ചില്ല. ആര് വിളിച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഡയറക്റ്റ് ഞാൻ നമ്പർ കൊടുക്കുമായിരുന്നു ജനങ്ങൾക്ക്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആ കാലഘട്ടത്തിൽ പണം കൊടുത്ത ആളുകൾ വാങ്ങിയ ആളുടെ വീട്ടിൽ പോയി പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടില്ല, നിങ്ങൾ ഈ പ്രമാണം തിരിച്ചെടുത്തോളൂ, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഇടപാടുമില്ല, കാരണം പോലീസ് വരും, അറസ്റ്റ് ചെയ്യും. വളരെ ധീരമായൊരു തീരുമാനമാണ് എടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അവരൊക്കെ വന്ന് എന്നെ തോൽപ്പിക്കാൻ ആ ശക്തികൾ ശ്രമിച്ചു. അത് നടന്നില്ല, അത് വേറൊരു കാര്യം. NBFCs ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ മുത്തൂറ്റ് പോലെയുള്ള നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, അവർ RBIയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ അവർക്കൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പലിശ തീരുമാനിക്കുന്ന അവരുടെ ഡയറക്ടർ ബോർഡാണ് RBI. അപ്പം ഞാൻ RBI ഗവർണറെ കണ്ടു, രാജൻ, നമ്മുടെ ഗവർണറെ കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
നിങ്ങൾ അവരെ മോശക്കാരൊന്നും ആക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഈ പലിശക്രമത്തിലും അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കണം. അന്ന് രാജൻ, മുഴുവൻ പേരുന്ന രാജൻ, രഘുറാം രാജൻ അന്ന് സർക്കുലർ ഇറങ്ങി. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു. അത് രണ്ടാമത്തെ കാര്യം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പരിപാടി, അത് മമ്മൂട്ടി ഞങ്ങൾ കണ്ട്, മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ചെറിയൊരു ഷോർട്ട് ഫിലിം അദ്ദേഹം തന്നു. കേരളം മുഴുവൻ ഞങ്ങൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു. സ്കൂളിൻ്റെ മുമ്പിലുള്ള ഈ കടകളൊക്കെ മാറ്റി, ഈ പുകയില ഉൽപ്പന്നങ്ങൾ നടത്തുന്ന കടകൾ മാറ്റി ക്യാമ്പസുകൾ ക്ലീൻ ആക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഈ രണ്ട് കാര്യം, യെസ്, ഇറ്റ് ഈസ് മൈ സിഗ്നേച്ചർ ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്.